ഈ പറയുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റുകൾക്കാണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് മീഡിയയിലാണെങ്കിലും ന്യൂസ് റിപ്പോർട്ടിങ്ങിലാണെങ്കിലും പൊതുവേ പറയുന്ന ഒരു പേരാണ് മാപ്രകൾ, മാധ്യമ പ്രവർത്തകർ. അവർ ഭയങ്കര കട്ടി മനസ്സുള്ളവരാണ്. ഒരു മരണ വീട്ടിൽ പോയിട്ട് പോലും ഭയങ്കര റഫായിട്ട് അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചോദിക്കുന്നവരാണ് എന്നൊക്കെ. അപ്പൊ ആ ഒരു സംഭവം പറയുമ്പോൾ ഈ ഒരു ഇമോഷണൽ വശം എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്നു. അവര് അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്താലും ആ പറച്ചില് നമ്മൾ കേൾക്കേണ്ടവരാണ്. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കേണ്ടവരാണെന്നല്ല, അങ്ങനെയാണ് സമൂഹം. നമ്മൾ കരഞ്ഞാ പറയും അതേ കരഞ്ഞു, ചുമ്മാ കള്ളക്കണ്ണീര് എന്ന് പറയും. റീച്ചിന് വേണ്ടി കരഞ്ഞു എന്ന് പറയും. കരഞ്ഞില്ലെങ്കിൽ പറയും അതാ കണ്ടില്ലേ, കരച്ചിൽ പോലും വരുന്നില്ല, ഇവിടെയൊക്കെ പോയി ഇത്രയും മനുഷ്യത്വം ഇല്ലാതെ ചോദിച്ചു എന്ന് പറയും. പിന്നെ അതിനകത്ത് നമ്മുടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ലൈവാണല്ലോ. അതിനകത്ത് നമുക്കൊരിക്കലും ഒരു ഡ്രാമ ചെയ്യാനോ അതല്ലെങ്കിൽ ഒന്നിനും ഉള്ളൊരു ഗ്യാപ്പില്ല. ഒന്നിനുമില്ല, നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ഉള്ള ഒരു ഗ്യാപ്പില്ല. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം അത് ചിലപ്പം ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ അത് ഓടായി തോന്നാം, ഓക്കെ അല്ലായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള തെറ്റുകളൊക്കെ പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. അത് തിരുത്തി പോവുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഇവരെല്ലാം മറ്റേ ഹൃദയമില്ലാത്തവരാണ്, ഇവരെല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പലരുടെയും ഭാഗത്തു നിന്ന് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലൈവില് ഒക്കെ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടാവാം. ചിലപ്പം ആ നേരത്തെ സിറ്റുവേഷന് ചേരാത്തൊരു ചോദ്യം ചോദിച്ചു പോയി കാണാം ആരെങ്കിലും. മേ ബി ഒന്ന് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ മനുഷ്യർക്കും പറ്റുന്ന തെറ്റാണ്, ആർക്കും പറ്റും. അങ്ങനെ പറ്റിപ്പോയ ഒരു ടങ് സ്ലിപ്പ് ഉണ്ടോ പിന്നീട്? പിന്നെന്താ, എനിക്കുണ്ടായിട്ടുണ്ട്. ഹെഡ്ഗേവാർ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തില്ലല്ലോ എന്ന് ചോദിച്ച് ഹെഡ്ഗേവാർ ആ സമയത്ത് മരിച്ചു പോയിരുന്നു. അത് ഭയങ്കര ട്രോളായിരുന്നു. അപ്പൊ ഞാൻ പറയാ അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ ആർക്കും പറ്റുന്നതാണ്, ആർക്കും പറ്റിപ്പോകാം. ലൈവിൽ ആർക്കും ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റിപ്പോകാം. അത് കാരണം അവര് ലോകോത്തര മണ്ടന്മാരാണ്, അവരിനി ഒരിക്കലും നന്നാവാത്തവരാണ്, അല്ലെങ്കിൽ അവര് ഒന്നിനും കൊള്ളാത്ത ജേർണലിസ്റ്റുകളാണ്, അങ്ങനെയൊന്നും കരുതാൻ പറ്റില്ല. ലൈവിൽ ആർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറ്റിപ്പോകാം. ഈ ഓൺ എയറിൽ സംഭവിച്ച ഇപ്പോഴും എല്ലാവരും ചാനലിൽ കളിയാക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ഓൺ എയറിൽ സംഭവിച്ച ഈ ക്വിറ്റ് ഇന്ത്യ കുറച്ചു കാലം കളിയാക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഓരോരോ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിനിടയിൽ എപ്പോഴും കളിയാക്കുന്ന ഒരു കോമഡി ആയിട്ട് പോയൊരു സംഭവം ഉണ്ടോ? ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങും ഒന്നും കിട്ടാത്ത ഒരു കോമഡി ആയിട്ട് ഇപ്പോഴും പറയുന്നത്, എനിക്ക് ലൈവിനേക്കാൾ കൂടുതൽ എൻ്റെ റിപ്പോർട്ടിംഗ് കാലത്തെക്കുറിച്ച് ഭയങ്കര കോമഡി പറയുമായിരുന്നു ആളുകൾ. കോമഡി പറയാൻ അത് നമ്മുടെ എക്സ്പീരിയൻസില്ലായ്മ കൊണ്ട് ഉണ്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ആറ്റുകാൽ പൊങ്കാല റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് നിൽക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്കാണെന്നാണ് എൻ്റെ, അല്ല അതിന് മുന്നേ ഒരു മഴ ലൈവ് എന്തോ നിന്നിട്ടുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ഒരു ഡേ ഫുൾ ലൈവ് നിൽക്കുന്നത് ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്കാണ്. അത് ഇന്ത്യ വിഷനിൽ നിന്നപ്പോൾ. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ലൈവ് കണ്ടിന്യൂസ് പറയേണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ കൊളോക്കിയൽ സ്ലാങ് ഒക്കെ വരും. അപ്പോൾ ഞാനിങ്ങനെ ആറ്റുകാൽ പൊങ്കാലയിൽ ഇവിടെ മണ്ടപ്പുറ്റ് അവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ട്രോള് വരും. ഓ, ലക്ഷ്മി അവിടെ മണ്ടപ്പുറ്റ് അവിക്കാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ഥിരം അതിനെക്കുറിച്ച് കോമഡി അടിക്കുമായിരുന്നു. വേറൊരു തവണ ഇങ്ങനെ ഒരു ചേട്ടൻ ഒരു സൈഡിൽ കിടന്ന് ഉറങ്ങുക, മെഡിക്കൽ കോളേജിൽ ഒരു ലൈവ് പോവാൻ നിൽക്കുകയാണ് ഞാൻ, ഡോക്ടർമാരുടെ സമരം. അപ്പോൾ ആ മരത്തിൻ്റെ ചോട്ടിൽ ഒരു ചേട്ടൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ ശരിക്കും രോഗികളാണ് ബലിയാടാവുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ ഒരു വൈൻഡപ്പിന് വേണ്ടി ഒരു പീസ് ലൈവല്ല കേട്ടോ, ലൈവല്ല, ഞാനൊരു സ്റ്റോറിക്ക് വേണ്ടി ഇതെടുത്ത് വെക്കാം, ഒരു P2C എടുത്ത് വെക്കാം. ഇവിടെ രോഗികളാണ് ബലിയാടാകുന്നത് എന്ന് പറയുമ്പോൾ ഈ ബലിയാട് എനിക്ക് അത്ര കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ തലവൊക്കെ പറഞ്ഞ് അതെ ആ ബലിയാടാണ് പ്രശ്നം എന്ന്. ഇത് പറഞ്ഞിട്ട് ക്യാമറമാൻ ചിരിച്ച് ഓഫീസിൽ വന്ന കഥ വേറെ. അതായത് ഈ ചേട്ടൻ പറഞ്ഞത്തെ മോളെ ആ ബലിയാടിനെ അങ്ങോട്ടങ്ങനെ മാറ്റിക്കിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങി, ബലിയാട് കുറെ തവണ ആയി ശരിയാവുന്നില്ലല്ലേ, ആ ബലിയാടിനെ അങ്ങോട്ടങ്ങനെ മാറ്റിക്കിട്ട് ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കഥയൊക്കെ ഇങ്ങനെ നമുക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കഥകളാ. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഭയങ്കര കഥയാക്കും അവര്. അങ്ങനെ കഥയാക്കി നടന്നിട്ടുള്ള അതിപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ, പഴയ സുഹൃത്തുക്കളാണ്. മറ്റേ ബലിയാട്, മറ്റേ പൊങ്കാല, മണ്ടപ്പുറ്റ അവിക്കല് എന്ന് പറഞ്ഞ് ഇപ്പോഴും ആറ്റുകാൽ പൊങ്കാല ആകുമ്പോൾ അത് പറഞ്ഞ് കളിയാക്കും.
അങ്ങനത്തെ ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഈ സിനിമയിലൊക്കെ ഈ ജേർണലിസ്റ്റുകളെയൊക്കെ പണ്ട് മുതലേ എൻ്റെയൊക്കെ കൊച്ചിലെ ഞാൻ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് എൻ്റെ മൈൻഡിലൊരു ഇമേജ് ഉണ്ട്. ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് ജേർണലിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് എപ്പോഴും എന്താ പറയുക ഭയങ്കര ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അവരെ ഗുണ്ടകൾ ചേസ് ചെയ്യും. നമ്മളിങ്ങനെ കുറേ സിനിമകൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം മൈൻഡിലുണ്ട്. റിയൽ ലൈഫിൽ പറയുന്ന പോലെ നമ്മൾ ചിലപ്പം ഭയങ്കര വലിയ വലിയ ആളുകൾക്കെതിരെ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. അപ്പം ഇങ്ങനത്തെ ഒരു ത്രെറ്റനിങ് ശരിക്കും പറഞ്ഞാൽ ജേർണലിസ്റ്റുകൾക്ക് കിട്ടാറുണ്ടോ? അങ്ങനത്തെ ഒരു റിയൽ ലൈഫിൽ അങ്ങനെ എന്നെ ആരും ചേസ് ചെയ്ത് വന്ന് ഒന്നും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല. ചേസ് ചെയ്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ജേർണലിസത്തിന്റെ പേരിലൊന്നും അല്ല. വെറുതെ റോഡിൽ കൂടി പോകുമ്പം ബൈക്കിൽ ചേസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് ഒരിക്കലും നമ്മൾ ചെയ്ത വർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ചേസ് ചെയ്യലല്ല. അല്ലാതെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. സൈബർ അറ്റാക്സ് ഭയങ്കരമായിട്ടുണ്ട്. അത് 2 തരത്തിലാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നേരെ വന്ന് നമ്മളടുത്ത് നമ്മളെ എഴുതുന്ന പോസ്റ്റിൻ്റെയൊക്കെ താഴെ വന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി വിടുക, എന്തെങ്കിലും തെറിയായിരിക്കാം. അത് ഞാൻ അക്കൂട്ടരെ സത്യത്തിൽ പറഞ്ഞാൽ കൂട്ടരെ അധികം ഭയപ്പെടുന്നില്ല. വേറൊരു കൂട്ടരുണ്ട്, അവർ വളരെ സൈലന്റ് ആയി പണിയെടുക്കുന്നുണ്ടാവും. അവർ നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. അതായത് ഇന്ന ആൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല, ഇന്ന ആൾ ശരിക്കും ചെയ്യുന്നത് ഇന്ന ആൾക്ക് വേണ്ടി എന്തോ ഒരു അവർക്ക് വേണ്ടി ഒരു കൊട്ടേഷൻ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ PR ആണ്, ഇവർ ചെയ്യുന്നത് ജേർണലിസ്റ്റിക് ആയ പണിയല്ല എന്നും വളരെ ബിഹൈൻഡ് ദ സ്ക്രീൻ ആയിരിക്കും അത് നടക്കുന്നത്. പക്ഷെ അത് നടക്കും, അത് നമ്മൾ അറിയുപോലുമില്ല. അതിങ്ങനെ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്ത് അതൊരു വല്ലാത്ത മാനിപ്പുലേഷൻ നടക്കാറുണ്ട്. അങ്ങനെ 2 തരം, ഒന്ന് ഒളിഞ്ഞുള്ള ആക്രമണവും തെളിഞ്ഞുള്ള ആക്രമണവും. അത് ഞാൻ സ്റ്റിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ ഈ കൂട്ടത്തിലും ഉണ്ടോ മീൻസ് നമ്മുടെ ജീവൻ തന്നെ അപകടത്തിൽ പെടുത്തണം എന്ന് പറയുന്ന ആളുകൾ ഈ കമന്റ് ബോക്സിലും ഉണ്ടാവുമല്ലോ? അങ്ങനെ എനിക്കതിനകത്ത് സത്യത്തിൽ അത് നമ്മളുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളെ കില്ല് ചെയ്തിട്ട് അവർക്ക് വേറൊന്നുമില്ല, പക്ഷെ നമ്മളുടെ ജേർണലിസ്റ്റിനെ കില്ല് ചെയ്യാനുള്ള ഒരു ശ്രമം അത് ഭയങ്കരമായിട്ടുണ്ട്. അത് ഓരോ ദിവസവും അതിനോടുള്ള ഒരു ബാറ്റിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളെ എങ്ങനെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യുക ഇങ്ങനെ ഒരാൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ശരിയല്ല, അതാരും വിശ്വസിക്കില്ല. മനസ്സിലായോ? ഡിസ്ക്രെഡിറ്റ് ചെയ്യുക തന്നെയാണ് അതിനുള്ള ശ്രമം പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത് വളരെ അടുപ്പമുള്ള ആളുകളുടെ അടുത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജേർണലിസ്റ്റ് സർക്കിളിൽ അതുണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ ഞാൻ ഈ ദിവസം പോലും അതിനോട് ബാറ്റിൽ ചെയ്യുന്നുണ്ട് ഈ ദിവസം. അപ്പം അങ്ങനത്തെ വളരെ സീരിയസ് ആയി നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളെ കില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ജേർണലിസ്റ്റിനെ കില്ല് ചെയ്യാനുള്ള ഒരു ശ്രമം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു ലാസ്റ്റ് ഒരു 1 മന്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ലാസ്റ്റ് 1 മന്ത് ആയിരിക്കും. അതിന് മുമ്പ് അത്ര വലിയൊരു അറ്റാക്ക് ഒന്നും ഭയങ്കരമായിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ടില്ലായിരിക്കുമല്ലോ? വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇല്ല. അപ്പൊ ഇത് പല ലെയറിലുള്ള അറ്റാക്കാണ്. ഇത് ഞാൻ പറഞ്ഞ ഈ നേരിട്ട് വന്ന് നമ്മളെ ചീത്ത പറയുന്ന കമന്റ് ബോക്സിൽ വന്ന് തെറി എഴുതുന്നവർ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവരെല്ലാം ഓക്കെ ആണ് എന്നല്ല കേട്ടോ, പക്ഷേ അവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം, അവർക്കെതിരെ പരാതി കൊടുക്കാം, അവരെ നമുക്ക് അറ്റ്ലീസ്റ്റ് കാണാം. പക്ഷെ അതല്ലാത്ത പണിയെടുക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എവിടെ പോയി അത് നമ്മളെ ഒന്ന് പ്രൂവ് ചെയ്യും? അങ്ങനത്തെ മനുഷ്യരുണ്ട്. അങ്ങനെ ഒരു 2 തരം അറ്റാക്കാണ് ഞാൻ സത്യത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ